ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഞാൻ ബേസിക്കലി ഞാനൊരു ഡിസൈനറാണ്. എനിക്കൊരു ഷോപ്പ് ഉണ്ട്, ഒരു ബൊട്ടീക്ക് ഉണ്ട്. എൻ്റെ നാട്ടിൽ തന്നെയാണ് ആ ബൊട്ടീക്ക് ഉള്ളത്, എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ സൺഡേ ആണ്, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ മുടക്കാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഷോപ്പ് ഹോൾ എന്ന് പറയാം എന്നല്ലേ, ഷോപ്പ് ടൂർ അങ്ങനെയും പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പ് കാണിച്ചു തരാം. അവിടെ എന്താണ്, എന്തൊക്കെയാണ് എക്യുപ്മെൻറ്റ്സ് ഉള്ളത് എന്ന് വെച്ചാൽ മെഷീൻസ് എന്താണ്, ഐറ്റംസ് എന്താണ്, ഷോപ്പ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എൻ്റെ ഷോപ്പിൽ തന്നെ ഔട്ട്ഫിറ്റാണ്. ഒരു ഷോർട്ട് കുർത്തിയാണ്, ആലിയ കട്ടാണ്. ബാക്കിൽ വരുന്നത് ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ നിന്ന് എനിക്കൊരു 1.5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഷോപ്പിലോട്ട്. വീട്ടിൽ നിന്നിട്ട് ഞാൻ 2 വീലറിനാണ് പോവാറ്. 2 വീലറിന് പോകുമ്പോൾ എനിക്ക് ഫോൺ കൈ പിടിച്ച് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഷോപ്പ് എടുക്കും. അപ്പോൾ ഷോപ്പിലോട്ടേക്ക് ഇറങ്ങാം നമുക്ക്. എൻ്റെ ഷോപ്പ് കാണിച്ചു തരുന്നത് എൻ്റെ വീടാണ്. വീട്ടിൽ ഞാൻ 2 വീലർ എടുത്തിട്ട് ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഓൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പിലോട്ടുള്ള വഴി. ഇത് വരുന്നത് തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, മാടവന, അത്താണി എന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ അത്താണി ജംഗ്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഷോപ്പാണ് ഈ കാണുന്നത്. ഷോപ്പിൻ്റെ അപ്പുറത്ത് ഫാദറിൻ്റെ ഷോപ്പുണ്ട്. അവിടെയാണ് ഞാൻ കീ ഏൽപ്പിക്കാറ്. അവിടെ നിന്ന് കീ എടുത്തിട്ട് ഞാൻ എൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഞാൻ കഷ്ടപ്പെട്ട് പടുത്തി ഉടർത്തിയ സാമ്രാജ്യം എന്ന് പറയാം. വെള്ളി വീണ്. അപ്പോൾ ഈവനിങ് ടൈമിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വളരെയധികം കിടക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലെ പോർഷൻ നമുക്ക് ആ വെളിച്ചത്തിൽ കാണുന്നില്ല. ഷോപ്പിൻ്റെ ഓരോ പാർട്സാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങൾ വുഡനിൽ ഞങ്ങൾ തന്നെ ഫാബ്രിക്ക് കളക്ട് ചെയ്ത് തൂക്കിയിട്ടേക്ക്. ഇത് ഞങ്ങളെ കവറാണ്, ധാര എന്നുള്ള പാക്കേജ് കവറാണ്. ഇതാണ് ഷോപ്പിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. ആകെ തലേ ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആകെ കോളായിട്ട് കിടക്കുകയാണ്. കുറച്ച് സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് ഉള്ളൂ ഇവിടെ. ഈ കാണുന്നത് ഫാബ്രിക്കിൻ്റെ സെക്ഷനാണ്. കൂടുതലും ഞങ്ങളുടെ കയ്യിൽ കോട്ടൻ്റെ ഫാബ്രിക്സാണ് കൂടുതലുള്ളത്. കലങ്കാരി, ബാഗൂൽ, സാങ്കനേരി, അജ്രക്ക്, അങ്ങനത്തെ കുറേ കോട്ടൺസിൻ്റെ കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെൻ്റെ മിററാണ്. മിററിൽ നിറച്ചും പൊടിയാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി പെട്ടെന്ന് അകത്തേക്ക് കയറും. ഈ കാണുന്നതാണ് എൻ്റെ ഓഫീസ്, എൻ്റെ ചെയർ, ക്യാബിനാണ്. ഇതാണ് ഔട്ട് സൈഡ് ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് കാണിച്ചു തരാം. അടുത്തതെന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് റൂമാണ്. ഇവിടെ എല്ലാം തുണിയും അതൊക്കെ ആയിട്ട് കോളായിട്ട് കിടക്കുകയാണ്. ഇതാണ് കട്ടിങ് ടേബിള്. അയൺ ഉണ്ട്. അയൺ ടേബിളുമാണ് കട്ടിങ് ടേബിളുമാണ്. പിന്നെ സൈഡിലൊരു ഇൻ്റർലോക്ക് മെഷീൻ കിടക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. ജാക്കിൻ്റെയാണ് ഇൻ്റർലോക്ക് മെഷീൻ കിടക്കുന്നത്. ആകെ കോളായി കിടക്കുകയാണ് കട്ടിങ് റൂം എന്ന് പറയുന്നത്. ഇത് മെഷീനാണ്. 2 മെഷീനാണുള്ളത്. ജാക്കിൻ്റെ തന്നെയാണ്. F5 സീരീസിൽ വരുന്ന മെഷീനാണ്. സൈഡിലൊരു കബോർഡ് ഉണ്ട്. ഈ റാക്കിൽ കുറച്ച് ഡ്രസ്സസ് നമ്മൾ വെച്ചിട്ടുണ്ട്. കട്ടിങ് ഡ്രസ്സസും ലേസും അല്ലാത്തതൊക്കെ ആയിട്ട്. പിന്നെ കട്ടിങ് ടേബിളിൻ്റെ അടിയിൽ ത്രെഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വേസ്റ്റേജാണ്. ഈ ബ്ലൂ കവറിലാക്കിയേക്കുന്നത് ഞങ്ങൾ ക്ലോത്ത് വേസ്റ്റേജാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെ ക്ലോത്ത് വേസ്റ്റേജ് നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്നുള്ളത്. ഇതെൻ്റെ ഡ്രസ്സിങ് റൂമാണ്. 3 വശത്തും മിററുണ്ട്. മിറർ നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ ഇപ്പോഴും. ഇതിൻ്റെ ഉള്ളിലും ആ ബ്ലൂ കവറിലിരിക്കുന്നത് വേസ്റ്റേജാണ്. ഇതൊരു എംബ്രോയ്ഡറി മെഷീനാണ്. നമുക്ക് എംബ്രോയ്ഡറി അല്ലെങ്കിൽ താഴത്ത് മറ്റേ നമ്മൾ അനാർക്കലിക്ക് അടിക്കുമ്പോൾ ടങ്കീസ് ഇട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ മെഷീനെ യൂസ് ചെയ്യുക. അതൊരു ചെറിയൊരു മെഷീനാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ബാത്റൂമാണ്. ബാത്റൂം ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് അപ്പം ഞങ്ങളുടെ കട്ടിങ് സ്റ്റിച്ചിങ് റൂം എന്ന് പറയുന്നത്. ഫുള്ള് വേസ്റ്റേജാണ്. ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നി വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് കളക്ഷൻ ഉണ്ട്. ചെരുപ്പ്, ബാഗ്, കുറച്ച് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഷോപ്പിൽ. ആ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം പ്യുവർ കോട്ടണിൽ നാച്ചുറൽ ബ്ലോക്കി വരുന്ന അജ്രക്കിൻ്റെ പ്രിൻ്റ്, ദാവോ പ്രിൻ്റ്, സംഗനേരി പ്രിൻ്റ്, നാച്ചുറൽ പ്രിൻ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്രിൻസിലുള്ളതാണ്. ഇത്രയും ഫാബ്രിക്സ് നമ്മുടെ കയ്യിലുണ്ടിരിക്കുന്നു.
ഇതെന്ന് പറയുന്ന ബാഗ്സാണ്, നമ്മൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാഗ്സുകളുണ്ട്. പിന്നെ ഇത് ഓണം കളക്ഷൻ്റെ കുറച്ച് ഐറ്റംസാണ്. പിന്നെ താഴത്തെ ഹാൻഡ് വർക്കിൻ്റെ ബീഡ്സും കട്ട് ബീഡ്സും സീക്വൻസും ഒക്കെയാണ്. ഇവിടെ ഹാൻഡ് വർക്ക് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കാണിക്കുന്നത് മുകളിലുള്ളത് ഡൈയബിളിൻ്റെ ഫാബ്രിക്സ് ആണ്. പിന്നെ ലേസസ് ഉണ്ട് കുറച്ച്. ഡയമണ്ട് ഫാബ്രിക് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ജോർജറ്റിൻ്റെ കുറച്ച് ഫാബ്രിക്സ് ഉണ്ട്, പല കളേഴ്സിലുള്ളത്. സൈഡിലുള്ളത് സാരിയുടെ കളക്ഷനാണ്. എല്ലാ കളക്ഷനും ഓൾമോസ്റ്റ് ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റീസ്റ്റോക്ക് ചെയ്യണം. സാരിയിൽ കോട്ടൻ്റെ സാരീസാണ് കൂടുതലും. നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ സോഫ്റ്റ് കോട്ടൺ അങ്ങനെ നോക്കിയാണ് നമ്മൾ കളക്ഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചത് നമ്മുടെ ബാന്തിനിയുടെ സാരീസാണ്. ഇത് കുറച്ച് ജൂത്തീസാണ്, ലക്നൗവി ജൂത്തീസാണ്, ഹാൻഡ് മെയ്ഡാണ്, ഹാൻഡ് വർക്കായിട്ടുള്ള ജൂത്തീസാണ്. അതിന് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. എല്ലാ സൈസസും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ജുവല്ലറിയിൽ കുറച്ച് ജുവല്ലറീസ് ഉണ്ട്. യുണീക്ക് പീസായിട്ടുള്ള കുറച്ച് ജുവല്ലറീസാണ്. അതൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു, റീസ്റ്റോക്ക് ചെയ്യണം ഇനി എല്ലാം എന്ന് പറയുന്നത്. പിന്നെ ദുപ്പട്ടാസ്, മുകളിൽ കാണുന്ന 2 ദുപ്പട്ട എന്ന് പറയുന്ന 60 രൂപയുടെ ദുപ്പട്ടയാണ്. വളരെയധികം മൂവായിട്ടുള്ള ദുപ്പട്ടയാണ്. പിന്നെ പാകിസ്ഥാനി ദുപ്പട്ട, മിറർ ദുപ്പട്ട, ലഹരി അങ്ങനെയൊക്കെയുണ്ട്. ഈ സൈഡിൽ കാണിക്കുന്നത് വുഡൻ്റെ റിങ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തന്നെ ഫാബ്രിക് വെച്ചിട്ടൊരു വാൾ ഡെക്കോർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ സ്റ്റെൻസിൽസാണ്. നമുക്ക് നമ്മൾ ഏത് ഫാബ്രിക്കിലും ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് ഔട്ട്കം കാണാൻ പറ്റുന്നതാണ്. അതിനാണ് ഈ സ്റ്റെൻസിൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഡൈയിങ് ഉണ്ട്. ഡൈയിങ്ങിന് വേണ്ടിയിട്ട് കളർ ചാർട്ട് ഇവിടെ ഉണ്ട്. ഈ കളർ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഡൈയിങ്ങിന് ഫാബ്രിക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് തന്നത് വെച്ചിട്ട് ഡൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കവറാണ്. കുറേ നാൾ ഞാൻ തേടി അലഞ്ഞ് തൃശ്ശൂരത്തെ ഒരു ടീംസ് ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കവറാണ്. നല്ല ക്വാളിറ്റി ഉള്ള കവറാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ലേസസ് ആണ്. കുറച്ച് എന്താ പറയുക, ഓർഗൻസ് അങ്ങനത്തെ ഉള്ള ലേസസാണ്. ഇത് ഞങ്ങൾ മാനിക്യൂറിനാണ്. പുതിയ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നതാണ്. പാനൽ കട്ടിൻ്റെ ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നതാണ്. അജരക്കിൻ്റെ പ്രിൻറ്റില്ല. ഇതെൻ്റെ ക്യാബിനാണ്. ഔട്ട്ലുക്കാണ്, ഈ ഷോപ്പിൻ്റെ ഔട്ട്ലുക്കാണ്. ഇതാണ് എൻ്റെ അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഷോപ്പ് ടൂർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഓരോ സെറ്റും ഓരോ മൂലയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. സർവീസസും ഉണ്ട്, ട്രേഡിംഗ് ഉണ്ട്. സർവീസസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിനാണ് സർവീസസ് എന്ന് പറയുന്നത്. സ്റ്റിച്ചിങ് ഉണ്ട്, കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ്. നോർത്ത് ഇന്ത്യൻസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് വർക്ക്സ് ഉണ്ട്, ഇവിടെ ഡൈവിങ് ഉണ്ട്, അങ്ങനെ ഫാബ്രിക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. ഫാബ്രിക്സ് കളക്ഷൻസ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഫാബ്രിക്സ് ഉണ്ട്. മെയിൻലി കോട്ടൺ ഫാബ്രിക്സ് ആണ്. അതുകൂടാണ്ട് പ്ലെയിൻ ജോർജറ്റ്, ഡയമണ്ട് ഫാബ്രിക്, അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കളക്ഷൻസ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ റീസ്റ്റോക്ക് ചെയ്യണം, പർച്ചേസിങ്ങിന് പോകണം. സീസൺ ഓഫ് ആയതുകൊണ്ട് പിന്നെ സീസൺ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടും കളക്ഷൻ ഇത് പർച്ചേസിങ്ങിന് പോയിട്ടില്ല. പർച്ചേസിങ്ങിന് പോകുമ്പോൾ എന്തായാലും ആ വീഡിയോ എന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് വളരെ വർഷത്തെ എൻ്റെ കുറേ ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആഗ്രഹത്തിൻ്റെ ഒരു ഒടുവിലാണ് ഞാൻ ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, അങ്ങനെ ആലോചിച്ചാണ് ഈ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് ഓൺലൈനിൽ ഇപ്പം ഓൺലൈനിൽ ഞങ്ങൾ തന്നെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സിൻ്റെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം എല്ലാം ഒരുമിച്ച് ഒരു വീഡിയോയിൽ തന്നെ നമുക്കെല്ലാം പറയില്ല. ഞാനിപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഷോപ്പ് എന്താണ്, ഇതിലെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ഷോപ്പിലോട്ടുള്ള ആവശ്യങ്ങൾ, ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, അതിനെന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം, എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയാണ് സ്മോൾ ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ലാർജ് ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ലോണ്, സബ്സിഡി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തതും ഞാൻ കണ്ട് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതാണ് എൻ്റെ എന്താ പറയുന്നത് ഷോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ബൈ സൈഡ് ഓരോ ഇതായിട്ട് പറഞ്ഞാൽ. പിന്നെ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വരുന്ന വേസ്റ്റേജുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, കുറേ ക്ലോത്ത് വേസ്റ്റേജ് വരും. പിന്നെ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ലോൺ ഉണ്ട്, സബ്സിഡി എങ്ങനെ കിട്ടും,
പിന്നെ എങ്ങനെയുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെ തുടങ്ങണം, സ്മോൾ ഇൻവെസ്റ്റിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു ഓൾ, ബൈ.